രോഹിത് വെമുലയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ചു അല്ലെ, കണ്ണുനീരൊഴുക്കിയ ഏതെങ്കിലും സാംസ്കാരിക നാറികളെ സിദ്ധാർത്ഥിന്റെ വിഷയത്തിൽ കാണാൻ പറ്റിയോ? ഇല്ല. ഒരു പക്ഷേ വടക്കേ ഇന്ത്യയിലായിരുന്നു ഈ ദുരന്തം ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകുമായിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രളയമോ അതൊക്കെയാണോ നടന്നത് എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. ഇത് കേരളത്തിലായതുകൊണ്ടും നടത്തിയത് ബ്ലഡി ക്രിമിനൽസ് ആയതുകൊണ്ടും ആരും മിണ്ടുന്നില്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യ കൊലപാതകമാണ് എന്നാരോപിച്ച് ഹൈദരാബാദിൽ പോയി സമരം നയിച്ച തീപ്പൊരി നേതാക്കളിൽ ഒരാൾ ഇന്ന് മന്ത്രിയാണ്. ഇവിടെ കേരളത്തില് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. 150 സഹപാഠികളുടെ മുമ്പിൽ വെച്ച് പൂർണ്ണമായും വിവസ്ത്രനാക്കപ്പെട്ട് 3 ദിവസത്തോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊന്നപ്പോൾ ആ പിതാവ് പറയുന്നു, ഇത്രയും കാലവും ഞാൻ പ്രവാസ ജീവിതം നയിച്ചത് എന്റെ മകന് വേണ്ടിയായിരുന്നു. ക്രൂരന്മാരെ എന്റെ മകനെ കൊല്ലുന്നതിന് മുമ്പ് ഒരിറ്റു വെള്ളം കൊടുക്കാമായിരുന്നില്ല. എന്തേ ഒരു പ്രസ്താവന ഇറക്കാൻ ഈ തീപ്പൊരികൾക്ക് പറ്റാതായത്? ഈ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെടുമ്പോഴും ഇനിയും വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടാൻ വേണ്ടി കഴുമരത്തിലേറ്റാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴും വന്യമൃഗങ്ങളാൽ തെരുവിൽ മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോഴും കോടികൾ മുടക്കി എല്ലാ വർഷവും നവീകരിക്കുന്ന ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി മൂത്രമൊഴിച്ചതിന്റെ പുതിയ കുപ്പായം നശിച്ചു പോയി എന്ന് പരിഭവം പറയുന്ന മന്ത്രിമാരുടെ നാടാണിത്. ആഭ്യന്തര മന്ത്രിമാരുടെ കേരളമായി ഇത് മാറുവാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? വർഗസ്നേഹം എന്ന രാഷ്ട്രീയമായ അടിമത്വമുണ്ട് ഇതിന്റെ പിന്നിൽ. എന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആരെ കൊന്നാലും, എന്റെ അനുയായികൾ ആരെ പീഡിപ്പിച്ചു കൊന്നാലും, എത്ര വലിയ കളവും കൊള്ളയും ചെയ്താലും തോന്യാസം ചെയ്താലും ശരി, ഞാൻ അതിനെ എന്റെ എല്ലാ ഔദ്യോഗിക പദവികളും ഉപയോഗിച്ച് എന്റെ സ്ഥാനമാനങ്ങളും പോപ്പുലാരിറ്റിയും ഉപയോഗിച്ച് ന്യായീകരിക്കും എന്ന രാഷ്ട്രീയ പിംബിസം ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. ഇനി എത്ര പേർ ചാകേണ്ടി വരും ഈ കൊലയാളി രാഷ്ട്രീയം ഒന്ന് അവസാനിക്കാൻ? കുറച്ചു കൊല്ലം മുമ്പാണ് രോഹിത് വെമുലയുടെ ഈ വിഷയം വരുന്നത്. ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത സമയത്ത് കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർ, MP രാജേഷ് പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് മന്ത്രിയാണ്, ഒരു പ്രസ്താവനയും ഇറക്കി കണ്ടില്ല. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പോയി ധർണ നടത്തി. അന്ന് ധർണ നടത്തിയ 3 പേരും ഇന്നും മിണ്ടിയിട്ടില്ല, വാ തുറന്നിട്ടില്ല. എന്തേ? അവരൊന്നും ഈ വിദ്യാർത്ഥി ക്രൂരമായി കൊല്ലപ്പെട്ട കേരളത്തിലെ വെറ്റിനറി സർവകലാശാലയ്ക്ക് മുമ്പിൽ ധർണയിരിക്കാൻ ഇവരെ ആരെയും കണ്ടില്ല. നാണമുണ്ടോ ഇവർക്ക്? നാണമുണ്ടോ ഇവർക്ക്? ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മൗനമായത് നമ്മളെ അത്ഭുതപ്പെടുത്തണം. മൗനമായിരിക്കുന്നു. സാംസ്കാരിക നായകർ മൗനികളായിരിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അവര് മനുഷ്യത്വമുള്ളവരാണ്. നീതിയും ന്യായവും സോഷ്യലിസവും കമ്മ്യൂണിസവും എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പ്രൊഫൈൽ പിക്ചർ മാറ്റി മാറ്റി കളിക്കുന്ന ആളുകൾ മിണ്ടുന്നില്ല. ആ നിശബ്ദത നമ്മളെ ഭയപ്പെടുത്തണം. രോഹിത് വെമുലയ്ക്ക് വേണ്ടി എസ്സേ എഴുതിയ ആളുകൾ, ചാനലുകളിൽ വന്ന് ഘോരം സംസാരിച്ച ആളുകൾ, ഇവരുടെ പ്രൊഫൈലുകൾ മാറ്റിയിട്ട് മാസങ്ങളായിരിക്കും. ഭയക്കണം നമ്മൾ. SFIക്കാർ ക്രൂരമായി കൊന്നതാണ് സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരനെ. അത് ക്രൂരമായി പോയി എന്ന് പറയാൻ പോലും ആർജവമില്ലാത്ത ഈ പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്ന അടിമക്കമ്മികൾ ചിന്തിക്കണം, നാളെ ഇവരിൽ ഒരാളായിരിക്കും ഞാനും എന്നത്. അതായത് രോഹിത് വെമുല മരിച്ചപ്പോൾ അവിടെ പോയിട്ടാണ് ഇവര് പ്രതിഷേധിച്ചത്. മതഭീകരതയുടെ മാരകമായ വഴികളിൽ നിന്ന് ഈ കേരളത്തിന് രക്ഷയില്ല. കേരളത്തെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ഇവിടെ മലയാളിക്കരയിൽ തന്നെ മാത്രം എടുത്താൽ നമുക്കറിയാം, ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തൽപര കക്ഷികളോട് പ്രീണിപ്പിച്ചു നിന്ന് തന്നെയാണ് ഇതുവരേക്കും ഇവർ അധികാരം പിടിച്ചിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് ഈ മതഭ്രാന്തിനെ, ഈ മത തീവ്രതയെ തള്ളിപ്പറയാതെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിന് നിലനിൽപ്പുണ്ടാകില്ല. മതം അതിന്റെ ഏറ്റവും വലിയ ഉൽപ്പത്തിയിലും സിദ്ധാന്തത്തിലും ചരിത്രത്തിലും ഫാസിസമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വൈദികൻ അല്ലെ, സഹവൈദികനെ ആ പള്ളിമേടയ്ക്കകത്ത് കയറി ആക്രമിച്ച
53 പ്രതികൾ. നമ്മൾ ഇതുവരെ കേട്ടത് 27 പ്രതികൾ എന്നല്ലേ? 10 പേര് പ്രായപൂർത്തിയാകാത്തവർ അല്ലെ? ഈ 10 പ്രായപൂർത്തിയാകാത്തവർക്ക് തന്തയുണ്ട്, അവരാണ് വാഹനം കൊടുത്ത് ഇവരെ വിട്ടതെങ്കിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? ഈ മതത്തിന്റെ ഏറ്റവും ഭ്രാന്തമായ ഈ തീവ്രവാദിസത്തെ തള്ളിപ്പറയാതെ എത്രയൊക്കെ തേച്ച് വെളുപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ശരി, അതിന്റെ ഗോത്രവൈരവും അന്യമത വിരോധവും കൊലവിളിയും അവരുടെ ഈ കൃത്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോരയൊഴുക്കിയ മതം ഏതാണ് എന്ന് ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ പറയാം, സമാധാനത്തിന്റെ മതമാണ്. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്നും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളില് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഇമാം എന്ന് പറയും ഖത്തീബ്, അദ്ദേഹം ജുമുഅയ്ക്ക് പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ആദ്യം ഒരു വാളെടുക്കും പ്രതീകാത്മകമായി. കാരണം ഈ വാളുകൊണ്ടാണ് ഇവർ സമാധാനം സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ ചോരയൊഴുക്കിയ ഈ മതത്തെ പ്രീണിപ്പിച്ച് നിർത്താതെ ഇവർക്കൊരിക്കലും ഇവരുടെ അധികാര കസേരകളിൽ അമർന്നിരിക്കാൻ കഴിയില്ല. ഏതു മതത്തിന്റെയും ലക്ഷ്യം അവരുടെ മതരാഷ്ട്ര സ്വപ്നഭൂമി തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ഹിന്ദു രാഷ്ട്രമാകുന്നതിനേക്കാൾ നല്ലത് മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നതാണ് എന്ന് നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ ബഹുസ്വരത നിലനിൽക്കുന്നത്. ഒരു പക്ഷേ BJPക്ക് ലഭിച്ച ഈ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു ഇസ്ലാം മത പ്രസ്ഥാനത്തിനാണ് ലഭിച്ചതെങ്കിൽ കാണാമായിരുന്നു നമുക്കവിടെ. ഓ ഇതര സമൂഹങ്ങളെയോ ജനാധിപത്യത്തെയോ ഒരിക്കലും അംഗീകരിക്കാൻ നമ്മുടെ സമാധാന മതത്തിന് കഴിയില്ല. അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മതങ്ങൾ മാറുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സമൂഹത്തിൽ ആധിപത്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുന്നത്. ഏത് ഭീകരവാദിയായിരുന്നാലും ശരി, അവരുടെ മതത്തെ വിശുദ്ധമാക്കി കൊടുക്കുന്ന അഭിനവ ചരിത്രകാരന്മാർ, അഭിനവ ചർച്ച തൊഴിലാളികൾ, എഴുത്തുകാർ, സിനിമക്കാർ ഇതൊക്കെ ഇപ്പോഴും സുലഭമായി നമ്മുടെ കേരളക്കരയിലുണ്ട്. അവർക്ക് പട്ടും വളയും നൽകി ഈ രാഷ്ട്രീയ വിഭാഗം അവരെ ആദരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഫാസിസ്റ്റ് തന്ത്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ന് ചെറിയ കുട്ടികളെ പോലും അവരെ പോലും തീവ്രവാദത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ്, ന്യൂറോൺ സിസ്റ്റം ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ഈ മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിനകത്ത് തീവ്രവാദം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മദ്രസയും പാഠശാലയും സൺഡേ സ്കൂളും എന്ത് തന്നെയായിരുന്നാലും ശരി, എവിടെ ഫാസിസ്റ്റ് പാഠശാലകളുണ്ടോ അതൊക്കെ നമ്മൾ നിരോധിക്കേണ്ടതുണ്ട്, നിരാകരിക്കേണ്ടതുണ്ട്. സൺഡേ സ്കൂളിൽ പഠിച്ചതിന്റെ പേരിൽ ഒരാളും ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ പോയിട്ടില്ല. മദ്രസയിൽ പഠിച്ചതിന്റെ പേരിൽ ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ അനേകായിരങ്ങൾ പോയിട്ടുണ്ട്. നമുക്കറിയാം